ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളും വൈദികരും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശൂർ പുത്തൻപള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കോർപ്പറേഷന് മുന്നിലായിരിക്കും സമാപിക്കുക. തുടർന്ന് ഒരു പൊതുയോഗമുണ്ടായിരിക്കും. ആ പൊതുയോഗം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ് ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ ആ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. തെരുവിലിറങ്ങിയിരിക്കുന്നു തൃശൂർ രൂപതാംഗങ്ങൾ. പ്രതിഷേധ റാലിയാണ് ഈ വീതിയിലൂടെ പ്രതിഷേധ സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് അന്യായമായിട്ടാണെന്നും അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരേണ്ടതുണ്ട് എന്നും തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നവർ ഉന്നയിക്കുകയാണ്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്യായമാണ് ഈ അറസ്റ്റ്, അതുകൊണ്ട് പ്രതിഷേധിക്കുക എന്ന് കറുത്ത നിറത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള ബാനറിൽ തയ്യാറാക്കിയ പ്രതിഷേധ വാക്യങ്ങളുമായിട്ടാണ് തിരുവസ്ത്രം ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരമനയിലിരുന്ന് വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രതിഷേധിക്കേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള CPI നേതാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അരമനയിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നു കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. വൈദികരുണ്ട്, വിശ്വാസികളുണ്ട്, നിരവധി പേർ ഈ പ്രതിഷേധ റാലിയിൽ പ്ലക്കാർഡുകളുമായിട്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്, അവർ മതപരിവർത്തനം നടത്തുകയോ അതേപോലെ തന്നെ മനുഷ്യക്കടത്ത് നടത്തുകയോ ചെയ്തിട്ടില്ല, അവർ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് എന്താണോ ഒരു സഭയ്ക്കകത്ത് ചെയ്യേണ്ടത് ആ കാര്യമാണ് സഭയ്ക്കകത്തും പുറത്തും അവർ ചെയ്തിട്ടുള്ളത്. അതിലുപരിയായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ അന്യായമുണ്ട്. ആ അന്യായത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും തൃശൂർ പുത്തൻപള്ളിയിൽ നിന്നാണ് ഈ പ്രതിഷേധ റാലി ആരംഭിച്ചത്. അത് കോർപ്പറേഷന് മുന്നിലാണ് സമാപിക്കുക. തുടർന്ന് ഒരു പൊതുയോഗമുണ്ട്. ആ പൊതുയോഗം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അതേസമയത്ത് അറസ്റ്റിലായിട്ടുള്ള 2 കന്യാസ്ത്രീകളുടെയും റിമാൻഡ് തുടരും. അവരുടെ ജാമ്യത്തിൽ വലിയ മുന്നോട്ട് പോക്കുകൾ ഉണ്ടായിട്ടില്ല. അതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയും എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഈ രീതിയിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ റാലി നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലായിട്ടുള്ള 2 കന്യാസ്ത്രീകളും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും. ജാമ്യാപേക്ഷയുമായിട്ട് കന്യാസ്ത്രീകൾ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷക അറിയിച്ചിരുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. കണ്ണൂർ, തലശ്ശേരി, ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് അന്യായമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തൃശൂർ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ നിയമം സംരക്ഷിക്കുക എന്നതടക്കമുള്ള വലിയ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കന്യാസ്ത്രീകളും ഒപ്പം തന്നെ വൈദികരും വിശ്വാസി സമൂഹവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരായിട്ടുള്ള തൃശൂർ അതിരൂപതയുടെ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൃശൂർ അതിരൂപത പ്രതിഷേധവുമായിട്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് തത്സമയം.